കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഒരു സസ്പെൻസ് ആയിരുന്നു. UDF-ആണ് അധികാരത്തിൽ വരുന്നത്. അല്ലല്ല, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ ഭരണമുണ്ട് എന്ന് പറഞ്ഞ് താങ്കൾ അവിടം വരെ പറഞ്ഞത് കറക്റ്റാണ്. അതിന് ശേഷം പറഞ്ഞ ഒരു വാക്കുകൂടി ഉണ്ട്, അത് നിങ്ങൾ വിട്ടു. ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്, ആ ഇടതുപക്ഷമാണ് ഭരണത്തിൽ വരുന്നതെന്നും പറഞ്ഞു. കേരള കോൺഗ്രസ് എവിടെയാണെന്ന് ആദ്യം പറഞ്ഞായിരുന്നു. അതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ അതങ്ങനെ തന്നെ കരുതുകയാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലും ഈ അജണ്ട ഞങ്ങൾ തുറന്നിട്ടില്ല. ഞങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുന്നു വരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ആക്ഷേപിച്ച് പറയാൻ, ഞാൻ എൻ്റെ ഒരു ഭാഷ നോക്ക്, ഞാൻ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ ആരെയും ആക്ഷേപിച്ച് പറയാറുണ്ടോ? ഞാൻ ആക്ഷേപിച്ച് പറയാറില്ലല്ലോ. ഉത്തരങ്ങൾ കൊടുക്കും, വ്യക്തമായ വാക്കുകളിൽ ഞാൻ ഉത്തരങ്ങൾ കൊടുക്കും. പക്ഷേ അതിനുശേഷം ഞാൻ ഇന്നയാളെ കണ്ടു, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന, ക്രിട്ടിക്കലായി കിടക്കുന്ന ഒരു എൻ്റെ പിതാവിൻ്റെ സുഹൃത്തുമായ ഗൾഫിൽ പോയി 2 ദിവസത്തേക്ക് ഞാനിവിടെ പറഞ്ഞിട്ടാണ് പോയത്. എൻ്റെ 5 MLA-മാരും അവിടെ ഈ പറയുന്ന പരിപാടിക്ക് പോയി. അവിടെ CPM-നോ ഇടതുപക്ഷത്തിനോ ഒരു പരാതിയില്ല. പിന്നെ ആർക്കാ ഈ പരാതി? എന്നെ കണ്ടില്ല, ഞാൻ പോയില്ല. അത് ശരിയാണോ? അതങ്ങനെ വളച്ചൊടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് എന്താണ്, ആ സംശയം കൊണ്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ട് വെക്കും. മുന്നോട്ട് കൊണ്ട് വെച്ചിട്ട് ഞങ്ങളുടെ ഈ ജനങ്ങൾക്കിടയ്ക്ക് സംശയം കൊണ്ടുവന്ന് എത്തിക്കുക, അതൊരിക്കലും ശരിയായില്ല എന്നുള്ളതാണ്. അത് ആരാകട്ടെ ചെയ്തത്, മാധ്യമങ്ങളുണ്ട്, അതിൻ്റെ പിന്നിൽ വേറെ വല്ലവരും കാണും, ചെയ്തിട്ടുണ്ട്, ശരിയായില്ല. ഞാൻ തിരുവനന്തപുരമായിരിക്കും, കോഴിക്കോടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അത് അവരോട് ചോദിക്കണം. വിസ്മയ ഏതൊക്കെയാണ് അവരുടെ ലിസ്റ്റിലുള്ളതെന്ന് ചോദിക്കണം. അല്ല, ഞാൻ ചോദിച്ചത് CPM-ൻ്റെ അവിടെയുള്ള മന്ത്രിമാരുടെ സ്റ്റാഫ് അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് എന്ത് പ്രയോജനം അവർക്ക്? ഞങ്ങളെ അപ്പുറത്തോട്ട് വിടാനോ? അല്ലല്ല, ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പറയുകയാണ്, ഞങ്ങൾ UDF-ലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ 5 MLA-മാരും കേരള കോൺഗ്രസിനോടൊപ്പം ഉണ്ടാവും. പക്ഷേ ഒരിക്കലും പോവില്ല, ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഇവിടെ ഇരുന്ന് ചോദിച്ചു. അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ തിരുത്തി പറയാന്നുള്ളതാണ്. അതൊക്കെ ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടിക്ക്, ഞങ്ങളുടെ പ്രവർത്തകർക്ക്, ഞങ്ങളുടെ വിശ്വാസം, ഇത്രയും ആൾക്കാർ ഇവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ലീഡേഴ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ക്രീം ഓഫ് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അവർക്ക് സംശയമില്ലല്ലോ. പിന്നെ എന്താ? എന്തോ 13 സീറ്റല്ല, അതിൽ കൂടുതൽ 1 or 2 കൂടുതൽ ലഭിക്കണമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ചർച്ച വന്നു. ആവശ്യപ്പെടും, പക്ഷേ നമുക്ക് ലഭിക്കണോ ഇല്ലോ എന്ന് നമുക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ആവശ്യം. അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഞാൻ മത്സരിക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പാർട്ടിയെല്ലാം തീരുമാനിക്കട്ടെ. ഇന്ന് ഞങ്ങൾ ചോദിച്ചു, ഓരോ ജില്ലാ പ്രസിഡന്റുമാരോട് ചോദിച്ചു, ഏത് സീറ്റാണ് ഓരോ ജില്ലയിൽ വേണ്ടത്. ചില ജില്ലകളിൽ വേണ്ട എന്ന് പറഞ്ഞു, കാരണം വിജയസാധ്യത കുറവായിരിക്കും. മറ്റ് ജില്ലകളിൽ വേണം. മറ്റ് ജില്ലകളിൽ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്, ആ സീറ്റ് ഞങ്ങൾക്ക് തന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പാലക്കാട് വളരെ ശക്തമായിട്ട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത്, ജില്ലാ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു, ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ജയിച്ചേനെ. ഇഞ്ചി കുശലൻ ഇഞ്ചി പോയോ? അവിടെയുണ്ട്, അവിടെയുണ്ട്. അത് ഏതായിരിക്കും മനസ്സിലായി? അല്ല, അത് സ്വീകാര്യതയുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. സ്വീകാര്യത നമ്മൾ ചുമ്മാ വെറുതെ ഒരു ഹൈപ്പുണ്ടാക്കുകയല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളല്ല, ഇതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ. ഞങ്ങളിതൊക്കെ ഇടപെടുമ്പോഴും വെറുതെ ഒരു വിഷയം പറഞ്ഞിട്ട് ഞങ്ങൾ പോവുമല്ലോ. ആ വിഷയത്തിൻ്റെ പുറകെ നിന്ന് അതിനൊരു പരിഹാരം കാണുന്നത് വരെയല്ലേ. അല്ലാതെ ഒരു സമരം നടത്തി പോവുകയാണോ ചെയ്തത്? എവിടെയെങ്കിലും റബ്ബറിൻ്റെ ഒരു സമരം നടത്തി പോവുകയാണോ ചെയ്തത്? കടൽക്കരത്തെ സമരം നടത്തി പോവുകയാണ്. അതിന് പരിഹാര മാർഗം കൂടിയാണ് ചെയ്തിരിക്കുന്നത്. എന്തോ തദ്ദേശ സ്വയംഭരണ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനത് തുറന്നു പറയുകയല്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പെർഫോമൻസ് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട്. അത് LDF-ഉം പുറകോട്ട് പോയിട്ടുണ്ട്, അത് ശരിയല്ലേ?
പക്ഷേ ഇപ്പോഴും ജില്ലാ പഞ്ചായത്ത് എടുക്കുമ്പോൾ 7-7 നിൽക്കുന്നത്, 7 ജില്ല അപ്പുറത്തും 7 ജില്ല ഇപ്പുറത്താണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോട്ടയം ഇപ്പോൾ ഏറ്റവും അവസാനം സംസാരിക്കാൻ പോകുന്നത് പാലായെ പറ്റിയാണ്. ഇത് പാലായിൽ ഞാൻ മുഴുവൻ പറഞ്ഞില്ല. പാലാ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം 44 ഗ്രാമപഞ്ചായത്തിലാണ് ഞങ്ങൾ ജയിച്ചത്. ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറയുമ്പോഴും ആൻറ്റി ഇൻകമൻസി സ്വാഭാവികമായിട്ട് കുറച്ച് വരും. 47 സീറ്റ് ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ കോട്ടയം ജില്ലയിൽ ഞങ്ങൾ 5 എണ്ണമാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചത് 4 എണ്ണമാണ്. അതിൽ ഒരെണ്ണം അത് ഇലക്ഷൻ കേസിലേക്ക് പോയിരിക്കുക. ഒരെണ്ണം 130 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതെ, കാഞ്ഞിരപ്പള്ളി ഇവിടെ ഇരിക്കുന്നത്. അത് കൗണ്ട് ചെയ്ത തെറ്റുണ്ടായിരുന്നു. അതുമാത്രമല്ല, പാലായിൽ കഴിഞ്ഞ പ്രാവശ്യം പാലാ മേഖലയുള്ള നിയമസഭാ മണ്ഡലത്തിൽ 3 എണ്ണമായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ ജയിച്ചത്. എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങുന്ന ആ ബ്ലോക്കിൽ 3 ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ ഇച്ചിരി പുറകോട്ട് പോയി. അപ്പോൾ ഇത് ഇപ്പോൾ കടുത്തുരുത്തി പറയും, ഞങ്ങൾ 2128 പാലാ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടിന് മുന്നിലാണ്. കടുത്തുരുത്തിയിൽ പറഞ്ഞു, കടുത്തുരുത്തി ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ പരാജയപ്പെട്ടു. പക്ഷേ ഗ്രാമപഞ്ചായത്തുകൾ എടുത്തു നോക്കുമ്പോൾ 3300 വോട്ട് ഞങ്ങൾ പുറകോട്ടാണ്. പക്ഷെ ഒരു പഞ്ചായത്തിൽ, മാഞ്ഞൂർ പഞ്ചായത്തിൽ ഞങ്ങൾ 3000 വോട്ട് പുറകോട്ട് പോയി. ബാക്കി പോയത് 1-2 സ്ഥലത്ത് പോയതാ. അപ്പം ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എവിടെയാ? മാഞ്ഞൂർ പഞ്ചായത്തിൽ. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക.